ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഗുജറാത്തിലെ ദാമൻ ദ്വീപിലെ ഒരു ബേർഡ്സ് പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഈ ബേർഡ്സ് പാർക്കിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ബേർഡ്സ് പാർക്കാണ്. നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ സെർച്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ലൊക്കേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, റെസ്റ്റിംഗ് പ്ലേസസ് ഉണ്ട്. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി സ്ഥലം തന്നെയാണ് കേട്ടോ. ബോത്ത് സൈഡിലും പാം ട്രീസൊക്കെ വെച്ചിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബേർഡ്സിനൊക്കെ നമുക്ക് പാം ട്രീസിൻ്റെ അകത്തും കാണാൻ പറ്റും കേട്ടോ. ഫുൾ ഗ്രീനറി ആണ് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ ബോർഡ്. നല്ല എക്കോ ഫ്രണ്ട്ലി സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഗൈസ്, ഇവിടെ തന്നെ ഇവർ റിസോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു റിസോർട്ടേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇനി ഉണ്ടോയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇതാണ് കേട്ടോ ആ റിസോർട്ട്. ഗൈസ്, ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല, കൂടുതലും ഫോട്ടോസാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഫോട്ടോസ് കൊടുക്കുന്നത് കേട്ടോ. ഗൈസ്, നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫൗണ്ടെയിൻ കാണാൻ പറ്റും കേട്ടോ. ഇത് അവിടെ തന്നെയുള്ള ഒരു ചെറിയ സ്റ്റാച്ചു ആണ്, ഒരു മരത്തിൻ്റെ സ്റ്റാച്ചു ആണ്. അവിടെ ഒരുപാട് ബേർഡ്സൊക്കെ ആയിട്ടാണുള്ളത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഗൈസ്, ഇതാ ഫൗണ്ടെയിൻ തന്നെയാണ്. അവിടെ അവർ ഒരു പോണ്ട് രീതിയിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതൊക്കെ ഒറിജിനൽ ബേർഡ്സ് ആണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയാൽ അവരൊക്കെ കാണാൻ. ഇവിടെ അവർ ഈ ബേർഡ്സിനൊക്കെയുള്ള നെസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ ബേർഡ്സ് അല്ല, ഒരുപാട് ബേർഡ്സ് ഉണ്ട് കേട്ടോ. വെറൈറ്റി ടൈപ്സ് ഓഫ് ബേർഡ്സ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സും കാണാനൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത് ഡക്സ് ആണ് കേട്ടോ. ഇവിടുത്തെ വെറൈറ്റി ടൈപ്സ് ഓഫ് ഡക്സ് നമുക്ക് കാണാൻ പറ്റും. ഡക്സും ലവ് ബേർഡ്സിനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ടൗക്കനാണേ. ഇവർ അതിൻ്റെ സൈഡിലായിട്ട് ബേർഡ്സിൻ്റെ പേരും കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ച് ആ ട്രീസിൻ്റെ അവിടെ നിന്ന് ആൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഗൈസ്, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് റെയിൻബോ ഒക്കെ കാണാൻ പറ്റി. ഇതവിടെ ഒരു ചെറിയതായിട്ടൊരു കേവൊക്കെ പോലെ അവരാക്കി വെച്ചതാണ്. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളൊരു വൈകുന്നേരം ഒരു ഈവനിങ് ടൈം ആയിരുന്നു വന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയ ചെറിയ ഗാർഡൻസ് ആണ്. നോക്കിയാൽ നിങ്ങൾക്ക് ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റും. ഗൈസ്, നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഗൈസ്, നമ്മളിങ്ങനെ നേരെ പോയത് ബീച്ചിലേക്കാണ്. നിങ്ങൾക്കങ്ങ് ദൂരം നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റും. ഇവിടെ ക്യാമൽ റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമൽ റൈഡും കൂടി ചെയ്തായിരുന്നു.
നല്ല ഫണ്ണി ആയിരുന്നു കേട്ടോ ക്യാമൽ റൈഡൊക്കെ. ഗൈസ് അവിടെ നിന്ന് നമ്മൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം വെറൈറ്റി ഫോട്ടോസായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സൺസെറ്റൊക്കെ കണ്ടു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ. ഗൈസ് ഇത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ സ്റ്റാച്ചു ആണ്. ഇത് മിലിറ്ററി ടാങ്കിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. അവിടെ തന്നെ ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ ഇതെല്ലാം. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.